ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കേസി. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഫുട്ബോൾ PS5 വെർഷൻ റിയാക്ട് ചെയ്യാണ്. സോ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് എത്രത്തോളം, ഗെയിം പ്ലേ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 2022 എങ്ങാണ്ടാണ് ഈ ഗെയിം റിലീസായിട്ടുള്ളത്, PS5 എഡിഷന്. PS5 വെർഷൻ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. മൊബൈലിൽ ഞാൻ കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്, അത്ര അധികം കളിച്ചിട്ടില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റാർട്ടറാണ്. സോ ചാനലൊന്ന് സബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ മെയിൻ മെനു. എനിക്ക് തോന്നുന്നത് മൊബൈലിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. സോ ഇവിടെ ആദ്യം എന്തൊക്കെയാണ് കാണുന്നത്? മാച്ച് കാണുന്നുണ്ട്, മൈ ടീം കാണുന്നുണ്ട്, കോൺട്രാക്ട്സ് എടുക്കാനാണ് കാണിക്കുന്നത്. കോൺട്രാക്ട്സ് എടുത്ത് നോക്കാം. സോ യെസ്, എന്താണ് സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ്, മെസ്സിയുടെ പടമാണല്ലോ കാണിക്കുന്നത്. മെസ്സി എന്താണ്, നമുക്കൊരു പ്ലേ ലിസ്റ്റ് എന്താണ് 10 പ്ലേയേഴ്സ് ഫ്രീ കിട്ടുന്നുണ്ട്. ഓ, മെസ്സി ഉണ്ടോ? 97 മെസ്സി ഒക്കെ ഉണ്ടോ ഇതിൽ? എന്താകത്തെന്ന് നോക്കാം. പേയ്മെൻറ്റ് കൺഫേം, സൈൻ 10 പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട് ഫ്രീ. യെസ്, ലെറ്റ്സ് ഗോ. ആരാണ് നമുക്ക് കിട്ടുന്ന 10 പ്ലേയേഴ്സ്? ഷോ ടൈം. യെസ്, വിച്ച് കമ്മിങ് ദ മെസ്സിനെ കിട്ടുമോ നമുക്ക്? ഓ, മെസ്സി, നമുക്ക് ഫസ്റ്റ് തന്നെ മെസ്സിനെ കിട്ടുമല്ലേ. ഓ, സോ ഇതാണോ ഗെയിം ഗ്രാഫിക്സ്? ചെൻറ്റോളിയ. ഓ, അത് കൂളായിട്ടാ. ഇങ്ങനെയൊക്കെയാണോ ഗെയിമിൻ്റെ ഗ്രാഫിക്സ്? അതോ ഇത് വെറും ഇൻട്രോയിലുള്ളത് മാത്രമാണ്? സോ നമുക്ക് കിട്ടിയത് മെസ്സിനെ കിട്ടിയിട്ടുണ്ട്. അടുത്തതാരാണ്? വാൽവേർഡെ ഉണ്ട്, വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലെയർ ആണ്. മാനുവൽ അക്കാഞ്ചി, സണ്ണി ഉണ്ട്, പിന്നെ റോബർട്ട്സൺ, ഡൊണരൂമ, കൈസേഡോ, ഹിമിനസ്, സോയർസബാൾ ആൻഡ് ഇക്കോളോ ഫാജിയോലി. ആരാണ് എനിക്കറിയാം. സോ ഇത്ര പ്ലേയേഴ്സിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 10 പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് 11 സ്റ്റാർട്ടിംഗ് ലെവലിൽ. നൈസ്, ഐ ലൈക്ക്. അടുത്ത പരിപാടി എന്താണ്? ബാക്ക് അടിക്കാൻ പറയുന്നുണ്ട്, നോക്കാം. മൈ ടീമിൽ പോയി നോക്കാം ഗെയിം പ്ലാൻ. സോ ഇതായിരുന്നു നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ടീം. നമുക്കിനി റിസർവിൽ പോയിട്ട് കിട്ടിയ പ്ലേയേഴ്സിനെ എടുക്കണം. ആദ്യമായിട്ട് ഡൊണരൂമ. ഓക്കെ, അടുത്തതായിട്ട് ആരാണ്? ഹിമിനസിനെ ബാക്കിലിടാം. നെക്സ്റ്റ് കാഞ്ചി, നെക്സ്റ്റ് സെൻ്റർ ബാക്ക്. അടുത്തത് റോബോട്ട്സ്, ലെഫ്റ്റ് ബാക്ക്. പിന്നെ ആരാളുള്ളത്? കൈസേഡോനെ നമുക്ക് PMF ആക്കിയിട്ടിടാം. നെക്സ്റ്റ് ഇവനാണ് നമ്മുടെ സ്ട്രൈക്കർ. പുള്ളിക്കാരനെ എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഹോൾഡ് ചെയ്താൽ ഇല്ലല്ലേ, സ്ട്രൈക്കർ അല്ല പുള്ളി, നമ്മുടെ അറ്റാക്ക് മിഡ്ഫീൽഡറാണ്, സോറി. അടുത്തത് നമുക്ക് നമ്മുടെ സ്വന്തം മുത്തുമണി ഫെഡറിക്കോ വാൽവേർഡെ. എന്താണ് റേറ്റിംഗ് കുറഞ്ഞോ TMF-ലിട്ടപ്പം? ഓ, എൻ്റെ 2 ഫേവറേറ്റ് പ്ലെയേഴ്സാണ് കേട്ടോ DMF-ലുള്ള. അടുത്തത് നമ്മുടെ സോണിയാണ്, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ലിയോ മെസ്സിയാണ് നമ്മുടെ റൈറ്റ് വിങ് ഫോർവേഡ്. അടുത്തത് റൈറ്റ് ബാക്കിൽ നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല കേട്ടോ. സോ നമ്മുടെ ഓയസബാലാണ് നമ്മുടെ സ്ട്രൈക്കർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടീം. റൈറ്റ് ബാക്കിലുള്ള ഈ ബിസൻ എന്ന് പറഞ്ഞ ആളൊഴികെ ബാക്കി എല്ലാ പ്ലേയേഴ്സും നമുക്കിപ്പോൾ പുതിയ കിട്ടിയ പ്ലേയേഴ്സാണ്. സോ അടുത്തത് എന്താണ്? ഇനി ഗെയിമാണോ? ഗെയിം കളിക്കണോ? ഗെയിം കളിക്കാം. ഗിവ് മി ഗെയിം മാച്ച്. നമ്മൾ ഫസ്റ്റ് ഗെയിം കളിക്കാൻ പോവാണ്. ഏത് കളിക്കാം? ഏതൊക്കെയുള്ള ഇവൻറ്റ്സ്? ക്വിക്ക് മാച്ച്, ഫ്രണ്ട് മാച്ച്, മൈ ലീഗ് കളിക്കാം അല്ലേ. സെലക്ട് ടീം ഫോർ മൈ ലീഗ്. ഇന്റർ മിലാൻ വേണ്ട, നമുക്ക് വേറെ ടീം എടുക്കാം. വിച്ച് ടീം? യൂറോപ്പിൽ എവിടെ? പ്രീമിയർ ലീഗ് എവിടെ? ഓ, ഇതാണെന്ന് തോന്നുന്നു പ്രീമിയർ ലീഗ്. ഇതൊക്കെ ഏത് ടീം? ന്യൂകാസിൽ, സണ്ടർലാൻഡിൽ, ലോകം ഇങ്ങനെയല്ലല്ലോ. യുണൈറ്റഡിൻ്റെ കറക്റ്റാണ്, ആർസണലിൻ്റെ കറക്റ്റാണ്, ചെൽസിക്ക് അത് ഏത്? നമുക്ക് യുണൈറ്റഡ് എടുക്കാം. യുണൈറ്റഡ് വെച്ചെടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഗെയിമിലോട്ട് പോവാണ്. ലോൺ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ബിഗിനർ, അമേച്ചർ മാറ്റാൻ പറ്റത്തില്ലേ? ഓ, മാറ്റാൻ പറ്റില്ലേ. റെഗുലർ, പ്രൊഫഷണൽ. നമുക്കൊരു പ്രൊഫഷണലിൽ കളിക്കാം അല്ലേ ഫസ്റ്റ് ഗെയിമിനെ.
ഏറ്റവും ബിഗിനറും വേണ്ട, ബിഗിനർ വിൽ ബി ടു ഈസി. സോ നമുക്ക് ഒരു പ്രൊഫഷണൽ ഇതിൽ കളി നോക്കാം. സോ ഇതാണ് ഗെയിമിൻ്റെ മുന്നേ ഉള്ള വിഷ്വൽസ്. റിയൽ, സോ റിയൽ, ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. നല്ല ഗ്രാഫിക്സ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കൊടുക്കാം. പ്ലേയേഴ്സ് കമ്മിങ്. ഇത് വിഷയം കേട്ടോ. ഇത് നോക്ക്, എവിടെ മെസ്സി, എവിടെ? എനിക്ക് മെസ്സിയെയും പിള്ളേരൊക്കെയാണ് കാണേണ്ടത്. സോ ഇത് നമ്മുടെ ഡ്രസ്സിങ് റൂമിൻ്റെ പിക്ചേഴ്സാണ്. നെക്സ്റ്റ്, കമോൺ, ഇവിടെ എൻ്റെ പ്ലേയേഴ്സ് വരട്ടെ, എനിക്ക് അവരെയാണ് കാണേണ്ടത്. എൻ്റെ മോനെ ഡ്രസ്സിങ് റൂം നോക്കി, എല്ലാവരും റിയൽ പോലെ കേട്ടോ. ഡൊണറൂമൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് അവരാണ്, അവരെ മാറ്റി. നമ്മുടെ പ്ലേയേഴ്സ് എവിടെ? നമ്മുടെ പ്ലേയേഴ്സ്. ഹാരി കെയ്ൻ, എൻ്റെ മോനെ കമവിങ്ക, സോ റിയലിസ്റ്റിക് കേട്ടോ. കമൻട്രി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് കമൻട്രി അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ പ്രീമിയർ ലീഗത്തെ. ഇത് വിഷയം കേട്ടോ. ഗ്രാഫിക്സ് ഒരേ വിഷയം. ഇത് നോക്ക്, ആ സിനിമാറ്റിക് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് ഇത് കൊള്ളാം കേട്ടോ. വിഷ്വൽസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ് വിഷ്വൽസ്. നോക്ക് എങ്ങനെയാണോ റിയൽ ലൈഫിലുള്ളത് അതുപോലെ. ഇതാണ് നമ്മുടെ ടീം. വാൽവേർഡെ ഉണ്ട്, സോണി ഉണ്ട്, മെസ്സി ഉണ്ട്. ഇത് വിഷയം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. അപ്പോൾ ഡൊണറുമയാണ് നമ്മുടെ ക്യാപ്റ്റനെ മാറ്റേണ്ടിയിരുന്നു. നമ്മൾ മെസ്സി ആക്കണമായിരുന്നു. ഹാരി കെയ്നാണല്ലോ കൂടുതൽ കാണിക്കുന്നത്. എവിടെ എൻ്റെ മെസ്സി? പോട്ടെ, നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ഗെയിം പ്ലേ എങ്ങനെ ഉണ്ട് നോക്കാം. ഞാനിതൊരു ഏകദേശം ഒരു FC26 ആയിട്ടായിരിക്കും കമ്പയർ നോക്കുന്നത്. ഈ ഒരു വ്യൂ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് FC ആണെന്ന് തോന്നുന്നു. പക്ഷെ ഗ്രാഫിക്സ് എനിക്ക് ക്ലോസ് റേഞ്ചിൽ കാണുമ്പം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഒരു ഗോൾ അടിച്ചിട്ട് നമുക്ക് സെലിബ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കാം. സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഗ്രാഫിക്സ് അതുപോലെ ഉണ്ടോ നോക്കാം. ഞാനേ സ്വിച്ച് മാറിപ്പോയി. കാരണം FC26 ഷൂട്ട് ബട്ടൺ അല്ല ഇതിലുള്ളത്. ഹാരി കെയ്ൻ, ഗോൾ! പേഴ്സണൽ ആൻഡ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ഐ. ആദ്യം ഇൻ ദ ബ്ലിങ്ക് ഓഫ് ഐ കൊടുത്തു നോക്കാം. ഇത് വിഷയം കേട്ടോ, വിഷയം. ഗ്രാഫിക്സ് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഗ്രാഫിക്സ് വിഷയം. ഇതിലെ ഗെയിം പ്ലേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ FC26 ആണ് ഒരു സ്മൂത്ത് ഗെയിം പ്ലേ. പക്ഷെ മോശമൊന്നുമല്ല. ബട്ട് ഗ്രാഫിക്സ് നെറ്റിച്ച് കളഞ്ഞു. ഗെയിം പ്ലേയും ഞാൻ പറഞ്ഞില്ലേ മോശമൊന്നുമല്ല, കൊള്ളാം, നൈസാണ്. എന്താണെങ്കിൽ പറയുന്നത് നോക്കണ്ട. നമുക്ക് മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടുപ്പിച്ച് നോക്കാം. മെസ്സി. ഞാൻ പ്രൊഫഷണൽ, കുറച്ച് ബിഗിനർ അല്ലല്ലോ ഇട്ടത്. ഗോൾ അടിക്കാൻ കുറച്ച് പണി പോയിടും ചിലപ്പോൾ. ഫസ്റ്റത്തെ ഗോൾ പിന്നെ എൻ്റെ പ്യുവർ സ്കിൽ. ഇവനിതാ പ്യുവർ സ്കിൽ എടുക്കുന്നു. അടിച്ചോ? ഇല്ല. ഡോണർ റൂം ഉണ്ടാകുമ്പോൾ അവൻ അടിക്കുക. കൊള്ളാട്ടോ. കുറച്ച് ഗെയിം പ്ലേയും കുറച്ചൊക്കെ റിയലിസ്റ്റിക് പിടുത്തം പിടിച്ചിട്ടുണ്ട് ഇവർ. വൽവാർഡെ. Now it's Kane. എന്താണ് സോണിയിൽ നിന്ന് ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത്. മിസ് പാസ് ഇടരുത്. പിന്നെ അങ്ങനെ അങ്ങ് ഗോൾ അടിക്കാൻ അവൻ ആര്? മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഗൊലാസോട് അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മുത്തുമണി മെസ്സി. ഈസി, അത്രേ ഉള്ളൂ പരിപാടി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സിനിമാറ്റിക് ഗ്രാഫിക്സും കാര്യങ്ങളും അത് കിട്ടില്ല. അത് നോക്ക്, അത് പൊളി. അടുത്തത് നമ്മൾ എൻ്റെ സ്വന്തം വാൽവേർഡനെ കൊണ്ടൊരു റോക്കറ്റ് വിട്ട് നോക്കാം.
ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൊള്ളാം കേട്ടോ, ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം വിഷയം മനസ്സിലായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗെയിമിന്റെ ഗ്രാഫിക്സ് ആണ്. അത് മാറും. നമുക്ക് എന്ത് ചെയ്യാന്നോ, നമുക്ക് വാൽവേർഡനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണമെങ്കിൽ നമുക്ക് വാൽവേർഡനെ ഫ്രണ്ടിലിട്ടോക്കാം. എവിടെയും കളിക്കും മച്ചാൻ. സ്ട്രൈക്കർ കളിക്കട്ടെ. എന്നിട്ട് മച്ചാനെ കൊണ്ടൊരു റോക്കറ്റ് വിട്ടിച്ചോ. വാൽവേർഡനെ കൊണ്ട് റോക്കറ്റ്, അതാണ് നമ്മുടെ പരിപാടി. അടിക്കണം മൊത്തം അവിടുന്ന്. പേഴ്സണൽ അടിച്ചു നോക്കാം. ഷെഡ് പോലെ ഏതാ റോക്കറ്റ്, ഒന്നുകൂടെ കാണണം. ദാറ്റ് ഈസ് വാൽവേർഡെ ഫോർ യു ഗൈസ്. ഒന്ന് നോക്കി എവിടുന്നാ റോക്കറ്റ് അടിച്ചേ. അവിടുന്ന് അങ്ങ് പോകുന്നു, ഡ്രിബിൾ ചെയ്യുന്നു, അടിച്ച്. എന്റെ മോനെ, ഒരെണ്ണം കൂടെ കാണാം. മെസ്സിയുടെ ഒരു സൂപ്പർ പാസ്. മാറി നിൽക്കുന്നു ഓടി. ഗോളിയൊന്നും തൊടാൻ പോലും സമ്മതിച്ചില്ല. ദാറ്റ് ഈസ് വാൽവേർഡെ. റോക്കറ്റ് ഓൺലി. ഇത്രേ ഉള്ള പരിപാടി. സോ അങ്ങനെ നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗെയിമിന്റെ എൻഡ് സീൻസ്. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീൻസൊക്കെ, ഇങ്ങനെ പ്ലേയേഴ്സിനായിട്ടുള്ള ക്ലോസ് അപ്പ് സീൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. come on Manchester United. ആഫ്റ്റർ മാച്ച് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ. കൊള്ളാം. ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ. സോ ഗെയിം പ്ലേ വൈസ് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ ഉള്ള പോലെ FC26 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ബട്ട് സ്റ്റിൽ നൈസാണ്. ബട്ട് ഗ്രാഫിക്സ് എനിക്ക് ശരിക്കും എന്നെ നെട്ടിച്ചു. ഗ്രാഫിക്സ് ഈസ് വിഷയം. സോ അത്ര തന്നെയാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് കൂടെ ചെയ്യുക.